ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ ആക്രമണത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. പലയിടത്തും CPIM കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. കണ്ണൂർ കോടിയേരിയിൽ പാറാലിൽ മണ്ഡലം കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. ആലപ്പുഴയിൽ പുതുയുഗ യാത്രയുടെ ഭാഗമായി സ്ഥാപിച്ച ബാനറുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചു. അമ്പലപ്പുഴയിൽ ബാനറുകൾ നശിപ്പിച്ചത് ചോദ്യം ചെയ്ത KSU പ്രവർത്തകരെ DYFI പ്രവർത്തകർ മർദ്ദിച്ചു. മന്ത്രിയെ KSU പ്രവർത്തകർ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടാനാണ് കോൺഗ്രസിന്റെയും KSUവിന്റെയും വെല്ലുവിളി. എന്നാൽ മന്ത്രിയെ പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുന്നുവെന്നാണ് CPMന്റെ ആരോപണം. അതേസമയം പരിക്കേറ്റ മന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. MRI സ്കാൻ ഉൾപ്പെടെ നടത്തുന്നതിൽ തീരുമാനമെടുക്കാൻ പ്രത്യേക സംഘം രാവിലെ യോഗം ചേരും. അർജുൻ കല്യാടും റഹീസ് റഷീദും ആദിൽ പാലോടും ചേർന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം അർജുൻ കല്യാടിലേക്ക് പോവുകയാണ്. അർജുൻ, മന്ത്രിയുടെ ആരോഗ്യനില സംബന്ധിച്ച കാര്യമാണ് ആദ്യം അറിയേണ്ടത്. ഇന്നിപ്പോൾ പ്രത്യേക സംഘം എത്തും രാവിലെ എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രുതി, ഇന്നലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും മന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. MRI സ്കാനിംഗ് ഉൾപ്പെടെ മന്ത്രിക്ക് നടത്തേണ്ടതുണ്ട് എന്നുള്ള ഈ വിദഗ്ധ ഡോക്ടർമാരുടെ ഈ സംഘം നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് അത്തരമൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ എന്തായാലും ആ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം യോഗം ചേരുകയും ഒരു വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഡോക്ടർമാരും അല്ലെങ്കിൽ ഇന്നലെ രാത്രി വന്നിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിനും അത് തന്നെയാണ് പറയുന്നത്. കാരണം വിശദമായ രീതിയിലുള്ളൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. ഇന്നലെ തന്നെ പ്രാഥമികമായിട്ടുള്ള പരിശോധനകളാണ് പൂർത്തിയായത്. MRI സ്കാനിംഗ് ഉൾപ്പെടെ നടത്തിയാലാണ് അതിനകത്ത് കൂടുതലൊരു വ്യക്തത വരിക എന്നുള്ളതാണ് ഈ മെഡിക്കൽ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ MRI സ്കാനിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കുകയും വിദഗ്ധമായിട്ടുള്ള ഒരു പരിശോധന നടത്തുകയും ചെയ്യും. മന്ത്രിയുടെ കഴുത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ പറയുന്ന ക്ഷതമുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നും പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴുത്തിന്റെ ഒരു ഭാഗത്ത് മന്ത്രിക്ക് ക്ഷതമുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് MRI സ്കാനിംഗ് ഉൾപ്പെടെ നടത്തുമ്പോഴാണ് മന്ത്രിയുടെ ആരോഗ്യനില സംബന്ധിച്ച് വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു അറിയിപ്പ് ലഭ്യമാകുക. അതോടൊപ്പം തന്നെ കണ്ണൂരിലെ പല മേഖലകളിലും ഇന്നലെ രാത്രിയിൽ തന്നെ സംഘർഷഭരിതമാവുന്ന ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു. കണ്ണൂർ പാറാലിൽ അവിടെയുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിന് തീയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് 2 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് അവിടെ ഈ തീ അണച്ചത്. എന്തായാലും പലയിടങ്ങളിലും സംഘർഷഭരിതമാണ് കാര്യങ്ങൾ. അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്തുണ്ടാവുന്നു. ഇന്ന് ഈ കേസിൽ പ്രതിയായിട്ടുള്ള 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ ശരി അർജുൻ, അതാണ് ആ രീതിയിലുള്ള തുടർ ചലനങ്ങൾ ഉണ്ടായിരുന്നു. റഹീസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. റഹീസ്, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ഇന്നലെ ഈ മന്ത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും KSUവിന്റെ ഭാഗത്തുമൊക്കെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ലല്ലോ ആക്രമിച്ചതിന്റെ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം CPIM പറഞ്ഞത് മന്ത്രിയെ കോൺഗ്രസ് അവഹേളിക്കുന്നു എന്നാണ്. ആ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഇന്നും തുടരുമെന്ന് പ്രതീക്ഷിക്കണ്ടേ? ഗുഡ് മോർണിംഗ് അശ്വതി, ശ്രുതി. കോൺഗ്രസും CPIM-ഉം അത് സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ പറയുന്നത് ഒരു തരത്തിലുള്ള അക്രമവും KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. വെറും അഭിനയമാണ് വീണ ജോർജ് നടത്തുന്നത് എന്നതാണ് അവരുടെ വാദം. ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകൻ വീണ ജോർജിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെ. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സമരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ CCTV ദൃശ്യങ്ങൾ എല്ലായിടത്തുമുണ്ട്. സർക്കാരിന് നോക്കിയാൽ അതെടുത്ത് പുറത്തു വിട്ടുകൂടെ എന്നതാണ് അവരുടെ ചോദ്യം. മറ്റൊന്ന്, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് പ്രതിഷേധമുണ്ടാകുന്നു. അതിനുശേഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നു. പിന്നീട് ലിഫ്റ്റ് കയറി മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിച്ചു നിന്നതിന് ശേഷം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള നാടകം അരങ്ങേറിയത് എന്നതാണ് കോൺഗ്രസിന്റെ വാദം. പക്ഷേ CPIM മന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചിട്ടുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിന് ദൃശ്യങ്ങളൊന്നും തരേണ്ട കാര്യമില്ല, ആക്രമിച്ചു എന്നത് കൃത്യമാണ് എന്ന് പറയുന്നു. MV ഗോവിന്ദനാണെങ്കിൽ കൊലപ്പെടുത്താനുള്ള, അപായപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടന്നത് എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. KSUവിനെതിരെ DYFI, ഒപ്പം SFI, CPM, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നിവയൊക്കെ സജീവമായി വിവിധ തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അത് ഇന്നും തുടരാനാണ് സാധ്യത.
ഓക്കെ, റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ആദിൽ പാലോടിലേക്ക് പോവുകയാണ്. ആദിൽ, ഗുഡ് മോർണിംഗ്. നമുക്ക് അറിയേണ്ടത് ഇന്നിപ്പോൾ ആലപ്പുഴയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര നടക്കുന്നത്. അതിൽ ഇന്നലെ തന്നെ ചില സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ എന്ന് മനസ്സിലാക്കുന്നു. ഈ ബാനറുകളും കൊടിതോരണങ്ങളും ഒക്കെ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയടക്കം ഇന്ന് ഒരുക്കുകയായിരിക്കും അല്ലേ? ഉറപ്പായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നേരത്തെ തന്നെ അധിക സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നതാണ്. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ റീത്ത് വെച്ചതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് പിന്നാലെ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രതിരോധമുണ്ടാകുമെന്നും കരുതിയിരുന്നു. അതിന്റെ ഭാഗമായി വി ഡി സതീശന് ഒരു അധിക സുരക്ഷ എന്ന നിലയിൽ കൂടുതൽ പോലീസ് വിന്യാസം പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ പോലീസ് സുരക്ഷയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന് പിന്നാലെ ആലപ്പുഴയിൽ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്ന കൊടിതോരണങ്ങൾ ഇടത് പ്രവർത്തകർ തകർത്തിരുന്നു. ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ തകർത്തിരുന്നു. അമ്പലപ്പുഴയിൽ ഇത് ചോദ്യം ചെയ്ത ഒരു KSU പ്രവർത്തകനെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. സമാനമായ സംഭവ വികാസങ്ങൾ ആലപ്പുഴയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവിനെ തടയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആകാംക്ഷ. ഇന്നിപ്പോൾ ആലപ്പുഴയിലാണ് പര്യടനം തുടരുന്നത്. ഇന്നലെയും അവിടെ തന്നെയായിരുന്നു. ഇന്ന് 6 മണ്ഡലങ്ങളിലെ സ്വീകരണം പ്രതിപക്ഷ നേതാവ് ഏറ്റുവാങ്ങും എന്നാണ് UDF അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രത്യേകിച്ച് പോലീസുള്ളത്. അധിക സുരക്ഷയാണ് പ്രതിപക്ഷ നേതാവിന്റെ പരിപാടികൾക്ക് ഏർപ്പെടുത്താൻ പോകുന്നത്. ശരി, അതിലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ FIR-ന്റെ പകർപ്പ് കൂടി റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളുമായി അർജുൻ കല്യാട്ട് നമുക്കൊപ്പമുണ്ട്. അർജുൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആയുധം ഉപയോഗിച്ച് മന്ത്രിയെ ആക്രമിച്ചു എന്നാണല്ലോ FIR-ൽ പറയുന്നത്? എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും FIR-നകത്ത് സൂചിപ്പിക്കുന്നത് ഈ 1 മുതൽ 5 വരെ 5 പ്രതികളാണ് ഇപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ 5 പ്രവർത്തകന്മാർ ആയുധം ഉപയോഗിച്ച് മന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും കൊല്ലട എന്ന് ആക്രോശിച്ച് KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ ചാടിയെടുത്തു എന്നുള്ള കാര്യം കൂടി ഈ FIR-നകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴുത്തിന് ആക്രമിക്കുകയായിരുന്നു ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എന്നുള്ള കാര്യം കൂടി FIR-നകത്ത് സൂചിപ്പിക്കുന്നു. മന്ത്രിയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച മന്ത്രിയുടെ ഗൺമാൻ MS അഭിലാഷിനെയും ആക്രമിച്ചു എന്നുള്ള കാര്യം കൂടി ഈ FIR-ന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. മന്ത്രിയുടെ ഗൺമാൻ ഈ അഭിലാഷിന്റെ പരാതിയിൽ അല്ലെങ്കിൽ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കണ്ണൂർ റെയിൽവേ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് ഈ പറയുന്ന നമുക്ക് ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളിലൊന്നും തന്നെ KSU പ്രവർത്തകർ ആയുധം ഉപയോഗിക്കുന്നത് എവിടെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. പക്ഷേ FIR-നകത്ത് ഈ പറയുന്ന ഗൺമാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. ആ പറയുന്ന FIR-നകത്ത് സൂചിപ്പിക്കുന്നത് ഇവരുടെ ഭാഗത്തുനിന്നും ആയുധം ഉപയോഗിച്ച് മന്ത്രിയെ ആക്രമിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു, കൊല്ലട എന്ന ആക്രോശമുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതിൻ്റെ ഭാഗമായി ചേർത്തിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. എന്തായാലും ഇതിനകത്ത് നിയമവിരുദ്ധമായ സംഘം ചേരലിൽ അക്രമമുണ്ടാക്കൽ, വഴി തടയൽ, പരിക്കേൽപ്പിക്കുക, അപകടകരമായി ആയുധം ഉപയോഗിച്ച് മനഃപൂർവ്വം മുറിവേൽപ്പിക്കുക, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, വധശ്രമം, നിയമവിരുദ്ധമായി സംഘം ചേർന്നതിൽ ആ സംഘത്തിലെ അംഗം ആളുകൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളിൽ ഉത്തരവാദിയാകുന്നു എന്നുള്ള വകുപ്പ്, നിയമവിരുദ്ധമായ സംഘം പൊതുലക്ഷ്യത്തിനായി അക്രമം കാട്ടിയാലെടുക്കുന്ന വകുപ്പ്, അനധികൃതമായി റെയിൽവേ സ്റ്റേഷനിൽ പ്രവേശിച്ചു എന്ന റെയിൽവേ ആക്ടിലെ 147 വകുപ്പ്, റെയിൽവേ യാത്രക്കാർക്ക് ശല്യമുണ്ടാക്കുക എന്നുള്ള റെയിൽവേ ആക്ടിലെ തന്നെ 145 വകുപ്പ് തുടങ്ങിയ വകുപ്പുകളാണ് ഈ പറയുന്ന കേസിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പറയുന്ന ഒരു വിചിത്രമായ FIR അല്ലെങ്കിൽ വിചിത്രമായ ഒരു മൊഴി എന്ന് പറയേണ്ടി വരും. പ്രഥമദൃഷ്ട്യാ നമുക്ക് ഇത്തരം ഒരു ആയുധം ഉപയോഗിച്ചുള്ള അക്രമം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഈ പറയുന്നത് പോലെ കരിങ്കടി ഉപയോഗിച്ചുകൊണ്ട് മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം അല്ലെങ്കിൽ അത്തരം ഒരു മുദ്രാവാക്യം വിളിച്ച് KSU പ്രവർത്തകർ എത്തുന്നതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ആ സംഭവം, അതായത് ആ ഒരു പ്രതിഷേധം പോലും പിന്നീട് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ആ സംഘർഷത്തിനിടയിൽ ഒരു പരിക്ക് മന്ത്രിക്ക് ഏൽക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം ഒരു ആയുധം ഈ പറയുന്ന KSU പ്രവർത്തകരുടെ കൈവശം ഉണ്ടായിരുന്നതായി നമുക്ക് ആർക്കും ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്വാഭാവികമായും കേസെടുക്കുക. അത്തരം ഒരു നടപടിയാണ് ഇപ്പോൾ ഈ പറയുന്ന FIR-നകത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. മന്ത്രിയെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന KSU പ്രവർത്തകർ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ FIR-ൽ ചുരുക്കമായി സൂചിപ്പിക്കുന്നത്. ഇവരുടെ കൈവശം ആയുധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി FIR-ന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് ഈ വീഡിയോ ഇതിനകം പുറത്തു വന്നതിൽ ഇപ്പോൾ കോൺഗ്രസ് പറയുന്ന കാര്യവും അത് തന്നെയാണ്.
ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തുവിടണമെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ എഫ്ഐആറിൽ പറയുന്നത് ആയുധം ഉപയോഗിച്ച് മന്ത്രിയെ ആക്രമിച്ചുവെന്നാണ്. ഇതുവരെ വന്ന ദൃശ്യങ്ങളൊന്നും അക്കാര്യം വ്യക്തമല്ല. കൊല്ലട എന്ന് ആക്രോശിച്ചാണ് KSU പ്രവർത്തകർ എത്തിയത്. മന്ത്രിക്ക് നേരെ ചാടി വീണ് കഴുത്തിന് ആക്രമിക്കുകയായിരുന്നു എന്നുകൂടിയാണ് എഫ്ഐആറിൽ പറയുന്നത്. മന്ത്രിയുടെ ഗൺമാൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാലും പോലീസ് കേസെടുത്തിരിക്കുന്നത്. അർജുൻ കല്യാടും ആദിൽ പാലോടും ഒപ്പം റഹീസ് റഷീദുമാണ് വിശദാംശങ്ങൾ നൽകിയത്.